അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോസറി റീഫില്ലിങ്ങും പിന്നെ നോമ്പിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാമെന്ന് വിചാരിച്ച് ആണ് ഈ വീഡിയോ എടുക്കുന്നതേ. ഇപ്പോൾ 15-ാം തീയതി എല്ലാ മാസവും 15-ാം തീയതിയിലാണ് നമ്മൾ ഗ്രോസറി റീഫിൽ ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഗ്രോസറി വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നോമ്പിനുള്ള സാധനങ്ങൾ മേടിക്കണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോമ്പ് പിടിച്ചിട്ട് ക്ഷീണമായിട്ട് ഇങ്ങനെ പോയി മേടിക്കുന്നതിനേക്കാളും നല്ലത് ഒരുമിച്ച് വാങ്ങിക്കുന്നതാണല്ലോ. അങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ്. പിന്നെ കോൺഫ്ലവർ, മൈദ. നോമ്പ് തുറക്കുമ്പോൾ പിന്നെ ഏറ്റവും അത്യാവശ്യം ഈന്തപ്പഴമാണല്ലോ. അപ്പോൾ ഈന്തപ്പഴം ഞാൻ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ റാഗി ഇവിടെ അത്യാവശ്യമാണ്. ഇടയത്താഴത്തിനോ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഞാൻ റാഗി വെച്ച് കുറുക്കുണ്ടാക്കി മക്കൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ്. കാസർഗോഡ് കൂടുതലും റാഗി കൊണ്ടാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. റാഗി മണ്ണി, റാഗി വെച്ച് പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ കുറേ സാധനങ്ങൾ ഞാൻ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡറൊക്കെ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ ഇത്രയും ചൂട് സമയത്ത് നമുക്ക് തണുത്ത വെള്ളം കുടിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ പിസ്ത സിറപ്പ്, മാംഗോ സിറപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ജ്യൂസുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു സ്ക്വാഷിൻ്റെ ചെറിയൊരു ക്യാനും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള മൈദപ്പൊടി, ഗോതമ്പ് പൊടി, പത്തൽപ്പൊടി, അങ്ങനെ കടലപ്പൊടി, ഇതൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ പുതിയ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ല. പഴയ പാക്കറ്റിൽ കുറച്ച് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് തീർന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടല, ഗ്രീൻ പീസ്, പച്ചപ്പയറൊക്കെ നമുക്ക് കഞ്ഞിക്കൊക്കെ വൈകുന്നേരം അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും നോമ്പിന് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോളൂ. ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇനി ടൈമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.